ബിന്ദു കൃഷ്ണ, ഇതിപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴികളിലേക്ക് കടക്കേണ്ടതില്ല എന്ന് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. ആ ഭാഗത്തേക്ക് പോകേണ്ട, പുറത്തു വന്നിരിക്കുന്ന ഈ വെളിപ്പെടുത്തലുകളിൽ കേന്ദ്രീകരിച്ചാൽ മതിയെന്ന്. അതെന്തുകൊണ്ടായിരിക്കാം? അത് തന്നെ സർക്കാരിൻ്റെ ഉദ്ദേശശുദ്ധിയെ സംശയിക്കുവാൻ കേരളത്തിലെ പൊതുജനങ്ങളെ പ്രേരിപ്പിക്കുന്നതാണ്. അതിനുമപ്പുറത്തേക്ക് ശ്രീ മുകേഷ് അടക്കമുള്ളവരുടെ പേരുകൾ ആ റിപ്പോർട്ടിൽ ഉള്ളതുകൊണ്ടാകാം നമ്മുടെ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഖണ്ഡികകളും പേജുകളും പുറത്തേക്ക് വിടാതെ സൂക്ഷിച്ചു വെക്കുന്നത്. 4.5 വർഷക്കാലം ഈ റിപ്പോർട്ട് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലുള്ള നിരവധി പ്രധാനപ്പെട്ട വിവരങ്ങൾ, അത് ലൈംഗിക ചൂഷണം മാത്രമല്ല മറ്റെല്ലാം ചേർന്നുള്ള സിനിമാ രംഗത്തൊരു ശുദ്ധീകരണത്തിനും ആവശ്യമായ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചത് ഇവരെ പോലെ ശ്രീ മുകേഷിനെ പോലെയുള്ളവരെ സംരക്ഷിക്കുക എന്ന ശ്രീ പിണറായി വിജയൻ്റെ ലക്ഷ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. നിയമപ്രകാരം അത് വലിയ തെറ്റാണ്. പുതിയ നാഗരിക സുരക്ഷാ സംഹിത പ്രകാരമായാലും ഭാരതീയ ന്യായ സംഹിത പ്രകാരമായാലും പോക്സോ ആക്ട് പ്രകാരമായാലും അത് BNSSൻ്റെ സെക്ഷൻ 176(1) അതുപോലെ BNSൻ്റെ സെക്ഷൻ 199(C) അതുപോലെ പോക്സോ ആക്ടിൻ്റെ 21 സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ മറച്ചു വെക്കുന്നതും കുറ്റകരമാണ്. അത് മറച്ചു വെക്കാൻ നേതൃത്വം നൽകിയത്, ഈ കുറ്റകൃത്യങ്ങൾ മറച്ചു വെക്കാൻ നേതൃത്വം നൽകിയത് കേരളത്തിലെ ഗവൺമെൻറ്റാണ്. എന്നിട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഭാഗികമായെങ്കിലും പുറത്തു വന്നപ്പോൾ ഉണ്ടായ സാമൂഹ്യ സാഹചര്യത്തിൻ്റെ മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ സിനിമാ രംഗത്തെ പ്രിയപ്പെട്ടവർ തങ്ങൾക്കുണ്ടായ ദുരനുഭവങ്ങളെക്കുറിച്ച് നിർഭയരായി പൊതുമണ്ഡലത്തിൽ വന്ന് പറയുകയും അത് സംബന്ധിച്ച് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വെച്ച് ഞങ്ങളിത് അന്വേഷിക്കുന്നു എന്ന ധാരണ പരത്തിയിട്ട് അതിൽ ആ അന്വേഷണം ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ 7 അയലത്തേക്ക് പോകണ്ട എന്ന് പറയുമ്പോൾ വീണ്ടും ഉറക്കെ കേരള സർക്കാർ പറയുകയാണ്, ഞങ്ങൾക്ക് മറച്ചു പിടിക്കാൻ ഒരുപാട് ആളുകളുണ്ട്, ഞങ്ങൾക്ക് ഒളിച്ചു വയ്ക്കുവാൻ കുറ്റവാളികളുണ്ട്, കുറ്റവാളികളോടൊപ്പമാണ് സർക്കാർ. ശ്രീ ഷുക്കൂർ അടക്കമുള്ളവർ ഇവിടെ പറയുന്നത് പോലെ പലപ്പോഴും ചർച്ചകളിൽ പങ്കെടുക്കുന്നവരോ നേരിട്ട് നമ്മൾ സംസാരിക്കുന്നവരോ ആയ CPMൻ്റെയും LDFൻ്റെയും ഉന്നത നേതാക്കന്മാരും സഹയാത്രികരും പറയുന്നത് പോലെ ഇടതുപക്ഷ സർക്കാർ എപ്പോഴും സ്ത്രീകൾക്ക് വേണ്ടിയാണ്, സർക്കാർ ഒപ്പമുണ്ട്. പക്ഷേ ഇന്ന് വരെയുള്ള കേരളത്തിലെ ശ്രീ പിണറായി വിജയൻ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ CPMുമായിട്ട് ബന്ധപ്പെട്ട ആർക്കെങ്കിലുമെതിരെ സ്ത്രീവിരുദ്ധമായ ആരോപണം, അവരുടെ സ്ത്രീകൾക്കെതിരെ അതിക്രമം നടത്തിയതിൻ്റെ ആരോപണങ്ങൾ വന്നാൽ ഒരിടത്ത് പോലും ഇരയോടൊപ്പം ഈ സർക്കാർ നിൽക്കുന്നത് നമ്മൾ ആരും ഇന്നുവരെ കണ്ടിട്ടില്ല. കേവലം രാഷ്ട്രീയ പ്രേരിതമായ ആരോപണമല്ല. പ്രധാനപ്പെട്ട നടനെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് എത്തിച്ചില്ലേ? ഇതാണ് അവരുടെ പ്രധാനപ്പെട്ട ചോദ്യം. അതൊരു സത്യവുമാണല്ലോ. അവർ എങ്ങനെ സത്യമാവും? സ്മൃതി ഓർക്കുന്നില്ലേ ആ ദിവസങ്ങൾ? നടി ആക്രമണം, ഞാനന്ന് മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, ഞാൻ ഉൾപ്പെടെ എത്ര സമരങ്ങളാണ് നടത്തിയത്. എന്നിട്ട് പൾസർ സുനിയെ പിടിച്ച് അന്ന് PT തോമസ് എന്നൊരാൾ ഇല്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഇതിലേക്ക്, ഈ ആക്രമണത്തിലേക്ക് വെളിച്ചം വീണ്ടുന്ന സിനിമാ രംഗത്ത് ഇന്ന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടക്കം വരാൻ കാരണമാവുകയില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടക്കം നേതൃത്വത്തിൽ കൊടുത്ത സഹായം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. പൾസർ സുനിയെ അറസ്റ്റ് ചെയ്ത ദിവസം ആഭ്യന്തര വകുപ്പിനെ ചുമതല വഹിക്കുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയാ, പൾസർ സുനിയിൽ അവസാനിക്കുന്നതാണ് എന്നുവെച്ചാൽ മുന്നോട്ട് അന്വേഷണം വേണ്ടെന്ന്. WCC അടക്കമുള്ളവരെ ക്രിയാത്മക ഇടപെടലും പൊതുസമൂഹത്തിൻ്റെ, പ്രതിപക്ഷത്തിൻ്റെ, മാധ്യമങ്ങളുടെ നിരന്തരമായ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് WCC കർശന നിലപാടെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നത്. അതുപോലെ പ്രമുഖ നടനെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. അല്ലാതെ കേരളത്തിലെ സർക്കാർ ഓടി വന്ന് കുറ്റകൃത്യം കണ്ടപ്പോൾ കേരള പോലീസ് അന്വേഷിച്ച് ഓടി പിടിച്ചതൊന്നുമല്ല. എത്രയെത്ര സമരങ്ങൾ, എത്രയെത്ര പ്രതിഷേധങ്ങൾ മാധ്യമങ്ങൾ എല്ലാ ദിവസവും ചർച്ചയാക്കി, ഓരോ ഏടും ഒപ്പിയെടുത്ത് ഓരോ കണിക പോലും തെറ്റാതെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്നത് കൊണ്ടാണ് ആ പ്രമുഖ നടനിലേക്ക് അടക്കം എത്തിയത്. എന്നിട്ട് എന്തായിപ്പോ എത്ര പേരാ കൂറുമാറിയത് സിനിമാ രംഗത്തുള്ളവർ? അവർ കൊടുത്ത മൊഴി അവർ തന്നെ മാറ്റി പറയുന്നു. ഭയമുണ്ട്, ആശങ്കയുണ്ട്. ഇങ്ങനെ വലിയ നേതാക്കന്മാരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി ബിന്ദുവിന്റെ സുഹൃത്ത് ജിബിൻ അവർക്ക് സ്വീകരണം നൽകി സെൽഫി എടുത്തു. അതാണ് നമ്മൾ കണ്ടത്. ആ പ്രമുഖ നടൻ ജയിലിൽ നിന്ന് പുറത്തു വന്നപ്പോ ബിന്ദുവിന്റെ സഹോദരി അദ്ദേഹം ജയിലിൽ കിടന്നപ്പോൾ അദ്ദേഹത്തിന് സൗകര്യം ഒരുക്കി കൊടുത്തതും ശ്രീ പിണറായി വിജയന്റെ ഗവൺമെന്റാണ്. മുനിസിപ്പാലിറ്റി അയാൾക്ക് സ്വീകരണം കൊടുത്തു. നമ്മൾക്ക് ബിന്ദു, ഇത് രാഷ്ട്രീയം കളിക്കേണ്ട സ്ഥലമല്ലെന്ന്, മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നവുമായി ബന്ധപ്പെട്ട സംഗതിയാ. നിങ്ങളുടെ കോൺഗ്രസ് വളരെ ഗുരുതരമായ നിങ്ങൾ ഏത് നിങ്ങൾ എന്തായി പറയുന്നത്? രാഷ്ട്രീയമില്ലെങ്കിൽ മുകേഷിനെ ഇങ്ങനെ സംരക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ. രാഷ്ട്രീയമില്ലെങ്കിൽ മുകേഷിനെ ഇങ്ങനെ സംരക്ഷിക്കേണ്ട കാര്യമില്ല എന്നൊരു മറു ചോദ്യം കൂടി ഉയരുന്നുണ്ട്.
നമുക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ആര് ശേഷം. സംരക്ഷിക്കും സ്മൃതി? ഞാൻ പറയട്ടെ സ്മൃതി, അല്ല, ആരാണ് ഇപ്പൊ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? രാജിവെച്ചോ? ഏതെങ്കിലും സ്ഥാനത്ത് നിന്ന് രാജിവെച്ചോ? വരട്ടെ. എന്ത് വരട്ടെ? അല്ല, എപ്പോഴാണ് മുഹൂർത്തം? എപ്പോഴാണ്? അല്ല, എന്ത് വരട്ടെ എന്ന് ആരാണ് ഇതിന് സമയം നിശ്ചയിക്കുന്നത്? ശ്രീ ഷുക്കൂർ, ഇവിടെ ഓരോ ആക്ടും ഉണ്ടായിട്ടുള്ളത്, സർക്കാരിന്റെ ഭാഗത്ത് ഓരോ ആക്ടും ഉണ്ടായിട്ടുള്ളത് അങ്ങേയറ്റം സമ്മർദ്ദം വന്ന ശേഷമാണ്. അങ്ങേയറ്റം സമ്മർദ്ദം വന്ന ശേഷമാണ് ശ്രീ ഷുക്കൂർ. തിരിച്ചെത്താം.